ആ അവസാനത്തോട്ട് ഏകദേശം മറ്റേ മാണിക് സ്റ്റൈലിലല്ലേ? ഓ അത് ഒറിജിനലി കാണിച്ചത് അതങ്ങനെ. വെൽക്കം ബാക്ക് ടു എൻജോയ് ജെകെ. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഭാഷ മൂവിയിലെ നെക്സ്റ്റ് സീനാണ്. ഓ പക്ഷേ അപ്പോൾ മറ്റേ ആന്റണി അല്ലേ ഇപ്പോഴും മുംബൈയില് ദേവനാണ് നീ കാണാൻ പോണേ ചിലപ്പോ. ക്ലാസിക് മ്യൂസിക് ഉണ്ടോ? കാരണം മറ്റേ ബോംബ് ബ്ലാസ്റ്റ് മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ. ആള് പൊടിയായി പിടിച്ച് ആ മ്യൂസിക് ഉണ്ടോ? ഇല്ല, വേറൊരാളുണ്ടായിരുന്നില്ല അവിടെ, അയാളാണ് ഇനി അത്. ആണോ? ഓ ആളപ്പോ ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല ആ സാധനം. ആള് വിചാരിക്കുന്നു മറ്റേ அந்தோனி தப்பி ஓட்டம் பம்பாய் ஜெயிலிலிருந்து தப்பினார். பாஸ் நீங்க போவீங்க? ஐயோ முருகா, இப்படி ஆயிட்டீங்களே. ഇവിടെ വന്നാ நான் ஜெயில உங்களை பார்க்க எவ்வளவு முயற்சி பண்ணேன். உடனே நிறைய லெட்டர் போட்டேன். கிடைச்சதில்ல? கிடைக்கலையா? உங்களை இந்த நிலைமைக்கு ஆளாக்குற அந்த பாஷா இப்ப மெட்ராஸ்ல தான் இருக்கா. 2 நாள் முன்னாடி அவனை பார்த்தேன். என் பொண்டாட்டி புள்ளைய கொன்னது யாரு? பாஷா. பாஷா தான். நீங்க ஜெயிலுக்கு போற உடனே உங்க வீட்டையும் கொள்ளையடிச்சிட்டு பாம்பேல மெட்ராஸ் ஓடி வந்தான். என் வீட்டை கொள்ளையடிச்சது பாஷா. ആളുണ്ട്. மன்னிச்சிருங்க, மன்னிச்சிருங்க. மன்னிச்சு விடுறதுக்கு நான் பாஷா இல்லடா, ആന്റണി. വേറെ രീതിയിൽ തന്നെ കൊന്നല്ലോ അപ്പൊ. അപ്പൊ കുട്ടീനെയും കൊന്നായിരുന്നു. ஹலோ போலீஸ் ஸ்டேஷன் சார், ஒரு மரணம் நடந்துருக்கு. மர்டரா? எங்க எங்க இருந்து பேசுறீங்க? அட்ரஸ் வந்து நம்ம ஹலோ ஹலோ. ഓ ഇനിയിപ്പോ ഇത് ഇവിടെ ഇൻവോൾവ് ആവുന്ന പോലെ ഉണ്ടല്ലോ ബ്രദർ. അപ്പൊ അവിടെ മറ്റേത് കണക്ട് ആവില്ലേ? மாணிக்கா, பாரு, நேற்று ராத்திரி ஆண்டனி பாம்பே ஜெயில இருந்து தப்பிச்சான். இந்நேரம் பாஷா பேப்பரை பார்த்திருப்பான். அவளுக்கு முன்னாடி நாம முந்திக்கணும். அவன் உஷாராகிறதுக்கு முன்னாடி அவன் குடும்பத்தை நீங்க தூக்கிட்டு வந்துடுற. இந்த பால்மூர்த்தி, நீ உடனே சங்கர் ஜெயா தினேஷ் இங்க கூட்டிக்கிட்டு அம்மா தங்கச்சிங்க எங்க இருக்காங்கன்னு பார்த்து ஒரு நல்ல இடத்துல பாதுகாப்பா வச்சிருங்க. ഓ അവരെ സേവ് ചെയ്യണം ഫസ്റ്റ്. പക്ഷെ അവര് കൊണ്ടുപോകുന്നു. ഓ പറ്റിയില്ല. ഓ ബ്രദറിന് മനസ്സിലായി വീടാന്നുള്ളത്. ബ്രദറിനെയും പൊക്കൂലേ അവര്? மாணிக்கா, நாங்க போறதுக்குள்ள பிரியாவையும் தங்கச்சியும் கடத்திட்டு போயிட்டாங்க. சிங்கு சிங்கு വെടിയുണ്ടില്ലേ? എല്ലാം മറ്റേ ഒരു ആക്ഷനാണ്, മറ്റേ സൊടക്ക് പോട്ടാന്ന് പറയുന്ന പോലെ. ഏകദേശല്ലേ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ തീർന്നു. റെക്കോർഡ് നോക്കാണ് ഇനി. ഡൗട്ട് ഉണ്ട്. വരൂലേ? ഓ ഇപ്പഴടുത്ത് നോക്കുന്നത്. ഓ മറ്റേ പോലീസുകാരൻ DIG. உங்க அண்ணன் மாணிக்கம் தான் பாஷாங்கிறது இப்ப தெரிஞ்சு போச்சுல.
சிவா, உனக்கு உண்மை சொல்ல வேண்டிய நேரம் வந்துருச்சு. ഓ പറഞ്ഞോളൂ. அவன் தான் உங்க அண்ணன். அம்மா, விஜயலட்சுமி அம்மா, இந்த உண்மையை நீங்க இவ்வளவு நாள் இவங்க கிட்ட சொல்லவே இல்லையா? ലുക്കേ മാറിയില്ല ആളുടെ. ആ சார் ஆண்டனியோட கார் கண்டுபிடிச்சாச்சு. Is it? Come on, let's go. ഓ ഇനി പോലീസുകാർ ഹെൽപ്പ് ചെയ്യും ചിലപ്പോ. അവിടെ മറ്റേ ബ്രദറിന് മനസ്സിലായില്ലേ കാര്യം, സത്യം പറഞ്ഞിടുന്നുണ്ടാവും. ഓൾമോസ്റ്റ് ക്ലൈമാക്സ് ഇവിടെയാണ്. അവരുടെ ആൾക്കാരെയൊക്കെയാണ് കെട്ടിയിട്ടേക്കുന്നത്. മറ്റേ രീതിയിലാണ് അടിക്കുന്നത്. ആ ஆண்டனி இந்த வீட்டு ஜன்னலை பாம்பு வச்சிருப்பான். மண்ணோட எல்லாத்தையும் எடுத்துருங்க, ஜாகிரதை. ആ അവരെ തന്നെയായിരുന്നു കെട്ടിയിടുന്നത്. കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണോ അത്? ബോംബ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, കാരണം അത് മാക്സിമം ഇതാക്കാൻ നോക്കൂല്ലോ. ഇവർ രണ്ടുപേരും കൂടെ ഉള്ളവർ നല്ല ഫൈറ്റ് ചെയ്യുന്നതാണ് അതെ, കാണിക്കുന്നത്. അവരുടെ ഫൈറ്റ് കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തിട്ട് അല്ലേ? ഭയങ്കര സ്റ്റൈലൊക്കെ ആ ഉണ്ട് ആ ഫൈറ്റിന്. ആ ചിലപ്പോ കൊറിയോഗ്രാഫേഴ്സിൽ ആരെങ്കിലും ആയിരിക്കും. അല്ലേ? അവസാനത്തോട്ട് ഏകദേശം മറ്റേ മാണിക് സ്റ്റൈലിലല്ലേ? ഓ അത് ഒറിജിനലി കാണിച്ചത് അതാ അല്ലേ? അങ്ങനെ. അതാ ഷോട്ട് അങ്ങനെ കാണിച്ചത്. 2 പ്രാവശ്യം കാണിച്ചില്ലേ? ആ അവിടെ ഇതാണോ ഷോക്കിന്റെ എന്തെങ്കിലാണോ? ഉണ്ടോ? അതെ. ഇത് പോലീസ് സ്റ്റേഷനാണത് അല്ലല്ല? അല്ല അല്ല അല്ല. ആ ഷോക്ക്. അതല്ല നേരത്തെ അവിടെ കാണിച്ചത് ഓണാക്കുന്ന സ്വിച്ച് ഓൺ ഒക്കെ ആയിരുന്നല്ലേ? ഇനി അവസാനം ഓട്ടോ ടീംസ് വരുന്നു എല്ലാരും കൂടി. അല്ലേ? കാരണം ഇപ്പൊ മാണിക്കല്ലേ ഭാഷേനേക്കാളും. നമ്മള് കൊച്ചി രാജുവിലൊക്കെ കണ്ട എല്ലാത്തിലും ഉണ്ട് ഇത്. ഓട്ടപ്പടങ്ങളിലെല്ലാം ഉണ്ടാവും അത്. பாஷா பாய், ஆசி, அப்பவே நினைச்சேன் நீ எல்லாத்தையும் முடிச்சிருப்பேன்னு. தெரிஞ்சுதான் வீட்டை சுத்தி பாம்பு வச்சிருக்க. பாக்குறியா? അതൊക്കെ പോയി. எல்லா பாம்பு எடுத்தாச்சு. வாலைக்கும் சலாம். ஆட்டோக்காரனான உடனே பழைய ஆட்டெல்லாம் மறந்து இருப்பேன்னு நினைச்சேன். நானும் மறுக்கல. இது ஒண்ணும் பண்ண முடியாது. ഓ വേറെ വെച്ചിട്ടുണ്ട് പ്ലാൻ ബി. അതാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതവിടെ നിന്ന് എടുത്തിടുന്നല്ലേ? കയ്യിൽ വേറെ കുഞ്ഞു കുഞ്ഞു കത്തികളെ ഉണ്ടായിരുന്നു പെട്ടെന്ന് എടുക്കുന്നു. ആസല്ലോ എണ്ണല്ലോ. ഓ അവിടെ എന്താ പുകയൊന്നും വിട്ടിട്ടുണ്ട്. ആ
ഓ അവിടെ നിന്ന് ലീക്കാവുന്നുണ്ട്. ആ അതന്നെ അതന്നെ. ഓ ഓട്ടോ ടീംസും വന്ന് എല്ലാരും എത്തി. ഇവിടുന്ന് ആൾക്കാര് വന്ന്. ഓ മറ്റേ പറയും ആള് കാണുന്ന അങ്ങനെയാണ്. ഓ 2 പ്രതികാരമുണ്ട്. രണ്ടു മൂന്നെണ്ണം ഉണ്ട്. അച്ഛനെ തന്നെ പിന്നെ വെച്ചത്. അല്ല അച്ഛനും മറ്റേ ഫ്രണ്ടും ഇല്ലേ. ആ ഇനിയിപ്പോ സിംഗും മരിച്ചില്ലേ പാട്. ഓ ഓക്കെ 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 ഓക്കെ. 3 പേരായി ഏകദേശം. ആ കാറിൽ തന്നെ കൊണ്ടിടാനാണ് ഇനി. ഡൗട്ട് ഉണ്ട്. ஆட்டோ டிரைவர் மாணிக்கம். ഓ കൊന്നിതാക്കാണ്ടിരിക്കാനറിയും. പോലീസ് നീ മറ്റേ ബ്രദറാണോ ചിലപ്പോ. യെസ്. ആ உங்களை பத்தி சரியா தெரிஞ்சுக்காம நான் என்னமோ பேசிட்டேன். என்ன மன்னிச்சிருங்கண்ணே. ஒரு கெட்டவனை என்ன கொண்டு விரும்ப மாட்டான். நல்லா இருங்க. நான் வரேன். കെട്ടവന് என் பாஷா கெட்டவல்ல. ഓ ഓ എത്ര വേഗം തീർത്താണ്ടായിരുന്നോ അധികം വലിക്കാണ്ട്. അല്ലെ വലിച്ചു നീട്ടാണ്ട് വേഗം നിർത്തിയോടെ. പെട്ടെന്ന് നിർത്തിയോടെ. കാരണം ആ പാട്ടില് തീർക്കാൻ നേരിച്ചിട്ടുണ്ട് അതായിരിക്കും. The end. ഓ ശരിക്ക് സംഭവം എന്താ അറിയോ, ഈ പടം ഭയങ്കര ആ ഒരു ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്ലാസി ടച്ച് എല്ലാത്തിലും. അതെ, അതായത് ഇപ്പോ ഡയലോഗിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന സീൻസ് ആണെങ്കിലും എല്ലാത്തിലും ഭയങ്കര ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടക്കം ശരിക്കും എന്താ പറയാ ഭയങ്കരമായിട്ട് ഇപ്പോഴത്തേക്ക് വെച്ച് നോക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ക്ലാസി സംഭവം കൊടുത്തേക്കണം അല്ലെ. പ്രത്യേകിച്ച് ആ ഒരു നമ്മളെ രഘുവരനെ രണ്ടാമത് കാണിക്കുന്നില്ല ജയിലിൽ എടുക്കുന്നു, അപ്പൊ ഒരു മ്യൂസിക് ആ ഒരു സാധനം വരുന്നുണ്ട്, ഒരു ഇന്റർവെല്ലുണ്ടായ മ്യൂസിക് ആയിരുന്നത്. പക്ഷെ അത് ഭയങ്കര ക്ലാസി. അങ്ങനെ കുറെ സംഭവങ്ങൾ അവരുടെ ആ ഒരു 2 പേര് വരുന്ന സമയത്ത് മറ്റേ രജനി സാറിന് മറ്റേ സാധനമുള്ളത് ഒരു സാധനം വരുന്നില്ലേ, അത് ഭയങ്കര രസമാണ്. പിന്നെ ആണെങ്കിൽ വില്ലന്റെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, അതായത് വില്ലന് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അപ്പൊ ശരിക്കും അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു പടം. മൊത്തത്തിൽ നോക്കുമ്പോ അവര് തമ്മിലുള്ള പ്രശ്നമാണ്. പക്ഷെ എന്ന് വെച്ചാല് കൂടുതലും ആള് നെഗറ്റീവ് ആണെന്നുള്ള നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. പക്ഷെ പോസിറ്റീവ് നിൽക്കുന്ന ആള് ചെയ്തത് നെഗറ്റീവ് വഴിയിലൂടെയാണെന്നുണ്ടെങ്കിലും പക്ഷെ എന്താ പറയാ അവിടെ ഗുണം എന്ന് പറയുന്നത് നല്ല തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പോസിറ്റീവ് ജയിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നത് എനിക്ക്. എന്തായാലും എന്താ പറയാ നമ്മള് ഇപ്പൊ കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എലമെന്റ്സ് ആയിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ പടമേ അല്ല ഇത്. ഈ ആ ഒരു മോഡേ അല്ല നമ്മള് കാണുമ്പോ ശരിക്കും എന്താ പറയാ ഇതിനകത്ത് കുറേ ചെറിയ 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 പാർട്ടുകൾ നമ്മൾ ചിലപ്പോ പല പല പടങ്ങളിൽ കണ്ടിട്ടുണ്ടാവാം അല്ലെ. അതാണ് ശരിക്കും നമ്മള് ഈ പടം കാണുമ്പോൾ കാരണം ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്തെ കുറെ അധികം ഇങ്ങനെ ചെറിയ ചെറിയ പോർഷൻ ഇല്ല എവിടെയൊക്കെ കണ്ടുള്ളത് കൊണ്ടിട്ട് അതായത് അതിന്റെയൊക്കെ ഓർമ്മയാണ് ശരിക്കും വരുന്നത് കാണുമ്പോൾ. പ്രത്യേകിച്ച് രജനി സാറിന്റെ പടങ്ങളിൽ തന്നെ ഇതിലെ കുറെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ള തമിഴ് ആക്ടേഴ്സിന്റെ തന്നെ പടങ്ങളിൽ എവിടെയെങ്കിലൊക്കെ ഈ ഒരു സാധനം കാണാൻ പറ്റും, ഒരു ചെറിയ പോർഷനെങ്കിലും കാണാൻ വേണ്ടി പറ്റും. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് 95 ഈ പടം ഇറങ്ങിയേക്കണല്ലേ. അപ്പൊ അതിന് മുന്നേ ഇറങ്ങിയ നമ്മുടെ മലയാളത്തിലുള്ള ആ സമയത്തെ ക്ലാസിക് പടങ്ങളില്ലേ, നമ്മുടെ മലയാളത്തിൽ 90s ഇറങ്ങിയ കുറെ നല്ല സിനിമകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എവിടേക്കോ എനിക്ക് ചിലപ്പോൾ ഡയറക്ടർ മലയാളി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ, കാരണം എവിടേക്കോ ഒരു മലയാള റെഫറൻസും ഉണ്ട്.
നമ്മളിപ്പം എ ഓട്ടോയിലെ കുറച്ച് സീനിനൊക്കെ സിമിലാരിറ്റി തോന്നുന്ന രീതിയിൽ ഞാൻ ആ ഒരു ടൈപ്പ് പടങ്ങളൊന്നും കാണാത്തോണ്ടായിരിക്കും എനിക്ക് അത്രയും. അതായത് ഓട്ടോ ഏരിയ വരുമ്പോ എ ഓട്ടോ ഫീൽ വരുന്നുണ്ട്. പിന്നെ മുംബൈ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് ആര്യന് അഭിമന്യു ഒക്കെ ഇല്ലേ, ആ പടത്തിന്റെ ഒക്കെ ഒരു റെഫറൻസ് എവിടെയൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സോങ് വരുന്ന സമയത്ത് അല്ല ആ പടങ്ങളൊക്കെ ശരിക്കും ഇതിന് മുന്നേ ഇറങ്ങിയതാണ്. 90s ആകാം ഏകദേശം നമ്മള് എയോട്ട് എനിക്ക് 91 92 അങ്ങനെ തോന്നുന്നു. 90ക്ക് ശേഷമാണ് എന്തായാലും, പക്ഷെ 95 മുന്നെയാണ് ആ ഒരു കാര്യത്തിൽ. അപ്പൊ ചിലപ്പോ അതായിരിക്കാം, കാരണം മലയാളി ഡയറക്ടർ ആകുമ്പോൾ എന്തായാലും കുറെ മലയാള സിനിമകൾ കണ്ടിട്ടുണ്ടാവില്ലേ. എന്തായാലും എന്തെങ്കിലും, അതായത് പക്ഷെ ഇതിന്റെ റെഫറൻസിലാണ് പിന്നീട് കുറെ സിനിമകൾ ഇറങ്ങിയത്. അതാണ് വേറൊരു കാര്യം. അതാണ് കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ കുറെയൊക്കെ ചിലപ്പോ 90s കാലഘട്ടത്തിലെ പടങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുമായിരിക്കും. ഞാൻ വേറെ ഏതോ ഒരു സംഭവം കൂടി കേട്ടായിരുന്നു കേട്ടോ. അതായത് ഈ സിനിമ ശരിക്ക് എവിടെ വായിച്ചാട്ടെ, അതായത് ഈ സിനിമ ശരിക്ക് പണ്ടത്തെ അമിതാഭ് ബച്ചൻ സാറിന്റെ തന്നെ വേറൊരു പടം ഉണ്ടായിരുന്നു. അത് ഈ പടമാണോ എനിക്ക് അണ്ണാമലയാണോന്ന് അറിയില്ല. ഏതൊരു സ്റ്റോറി ഞാൻ എന്തോ വായിച്ചായിരുന്നു. അതായത് ആ സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ശരിക്കും ഈ സിനിമ എടുത്തെന്നുള്ളത്. അതിൽ ബച്ചൻ സാറുണ്ട്, രജനി സാറുണ്ട്, രണ്ടുപേരും. അത് പക്ഷെ ഹിന്ദി പടമാണ്. അത് ഇതിന് മുന്നേ ഇറങ്ങിയ പടമാണ്. അപ്പൊ അതിന്റെ എന്തോ ഒരു റെഫറൻസിലാണ് ഇത് തുടങ്ങിയ ഒരു പ്ലോട്ട് കിട്ടിയപ്പോ. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പണ്ട് മറ്റേ പാൻ ഇന്ത്യൻ കോൺസെപ്റ്റ് സാധനം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എത്ര പേര് തമിഴ് അല്ലെങ്കിൽ എത്ര തമിഴ് പടങ്ങള് കേരളത്തിൽ റിലീസായിട്ട് ഉണ്ടാവാം ആ സമയത്ത്, ചിലപ്പോ ചുരുക്കമായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്തോ ചെറിയൊരു സംഭവം ഉപയോഗിച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല അല്ലെ. പിന്നെയാണെങ്കിൽ അത് രജനി സാറിന്റെ സ്റ്റൈല് കൂടി ആവുന്ന സമയത്ത് ഒട്ടും അറിയില്ല. അതാണ് സംഭവം. അതായത് ഈ എത്ര വേറെ എന്തൊക്കെ തോന്നിയാലും ഇല്ലേ, ഇത് ഈ പടത്തിലൊരു ഫുള്ളി ക്രെഡിറ്റ് പോകുന്നത് രജനി സാറിനെ. കാരണം എത്ര സ്ക്രിപ്റ്റിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഫുൾ സ്റ്റൈലും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആ സിനിമയെ രജനീസ് പടമാക്കി മാറ്റി, ഫുള്ളായിട്ട് അങ്ങനെ ആക്കി മാറ്റുന്നുണ്ട്. അതിപ്പം അതിന് ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുത്ത ദേവ സാറിന്റെ മ്യൂസിക് തന്നെയാണ്. ഭയങ്കര ക്ലാസി മ്യൂസിക് അല്ലെ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ശരിക്ക് എനിക്കൊരു കുറച്ചൊരു പുതിയ സിനിമ കണ്ട ഫീൽ തോന്നി. കാരണം എന്താ അറിയോ, പെട്ടെന്ന് തീരുന്നുണ്ട്. അധികം കുറെ സാധനങ്ങളൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്ന ഒരു സംഭവം. അതായത് എല്ലാം ഇനിയിപ്പോ ഈ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പ്രിന്റിന്റെ ഒരു ഇതാണെന്ന് അറിയില്ല കേട്ടോ. കാരണം പ്രിന്റ് എന്ന് പറയുന്നത് ചിലയിടത്തൊക്കെ പെട്ടെന്ന് ഒരു കട്ടും സൈലന്റ് ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഇനിയിപ്പോ ചിലപ്പോ ഇങ്ങനെ തന്നെ ആയിരുന്നോ പടം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയതാണോ? അതെ, അതായിരിക്കും ചിലപ്പോ അങ്ങനെ. ഇനി സ്പീഡ് കൂട്ടിയതാണോന്ന് അറിയില്ല. ചില സീനൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ഇനി കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കിയതാണോ അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്താ പറയുക, ഇപ്പൊ ചിലപ്പോ ഈ ഒരു വേർഷൻ ആയിരിക്കാം ചിലപ്പോ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് ഇതായിരുന്നു അവൈലബിൾ. ശരിക്കും വേറെ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പൊ കാരണം ക്ലാരിറ്റി ഒന്നുമില്ലെങ്കിൽ ക്ലാരിറ്റി പ്രശ്നങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. പിന്നെയാണെങ്കിൽ ഓൺ ലാംഗ്വേജ് കിട്ടണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് മൂവി. എന്തായാലും ഒരു ക്ലാസി പടം കണ്ട ഒരു വൈബാണ്. അതാണ് മൊത്തത്തിലൊരു നമ്മൾ പറയില്ലേ, ഇവൻ എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഓൺലി രജനി സാറിന്റെ പെർഫോമൻസ് നമ്മളെടുത്ത്, രജനി സാറിന്റെ ആണെങ്കിലും രഘുവരൻ സാറിന്റെ ആണെങ്കിലും രണ്ടുപേരുടെയും. കാരണം രണ്ടുപേരും എന്ന് പറയുന്നത് ഇപ്പൊ രഘുവരൻ സാറിന്റെ ആ ഒരു വോയിസ് മോഡുലേഷൻ ഭയങ്കരമായിട്ട് എന്താ പറയാ നമുക്ക് അട്രാക്ട് ആവും. അതായത് പിന്നെ ആ വില്ലൻ അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നായകൻ പവർഫുൾ ആവുന്നത്. വില്ലൻ ഇപ്പൊ ഭയങ്കര വീക്ക് ആണെങ്കിൽ നായകന് വലിയ പവർ ഉണ്ടാവില്ല ആക്ച്വലി അല്ലെ. വില്ലൻ കുറെ സ്ഥലത്ത് ഭയങ്കര, പ്രത്യേകിച്ച് അത് രഘുവരൻ സാറിനെ കാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറെ സ്ഥലത്ത് ഡയലോഗ് ഡെലിവറിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ കുറെ സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പം. പക്ഷെ അവിടെയൊക്കെ തച്ചുടക്കാൻ വേണ്ടി രജനി സാറിന്റെ ഡയലോഗ് ഉണ്ടാവും, പഞ്ച് ഡയലോഗ്. അതായത് ജസ്റ്റ് കുറെ ആക്ഷൻ കൊണ്ട് മാത്രമല്ല, ഡയലോഗിലടക്കം മാസ് ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ആ ഒരു ഇമോഷണൽ സീൻ കണ്ടായിരുന്നില്ലേ, ഇങ്ങനെ വന്ന് ഫോക്കസ് ചെയ്തൊരു ഷോട്ടിൽ എന്തിലോട്ട് കാണിക്കുമ്പോൾ ആ കണ്ണിൽ ഇമോഷൻ അടക്കം കാണിക്കുന്നുണ്ട്. വെറുതെ മാസം ഡയലോഗ് പറഞ്ഞു പോകുന്നില്ല, അവിടെ ആ ഒരു കണ്ണെന്ന് ചെറുതായിട്ട് കണ്ണ് നിറഞ്ഞിട്ടുള്ള ഒരു സാധനമൊക്കെ കാണിക്കും. മറ്റേ ഫ്രണ്ടിന്റെ ആ ഒരു സംഭവം പറയുമ്പോഴാണ് കൂടുതലും. കാരണം അതിന് മുന്നത്തെ സീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം അതുപോലെ. അതായത് ആ ഒരു ഇമോഷനിലാണ് ആളത് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം. അപ്പൊ എന്തായാലും നമ്മള് വേറൊരു മൂവിയായിട്ട് ഷോർട്ട്ലി വരാം. അടുത്ത വീഡിയോയിൽ കാണാം.